മാത്യു കുഴൽനാട് എന്ന് പറഞ്ഞത് ഇത് ലീഗ് ഇതിൽ അഭിപ്രായം പറയണ്ട, ഞങ്ങൾ ലീഗിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാറുള്ളത്. നമ്മൾ പെട്ടെന്ന് ശരിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാത്യു കുഴൽനാട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഗ് ഇതിൽ അഭിപ്രായം പറയേണ്ടതാണെന്നാണ് അങ്ങേരുടെ അഭിപ്രായമെങ്കിൽ എന്തിനാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്? വലിയ തമാശയാണല്ലോ. ഈ അഖിലേന്ത്യാ നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് ഷിബി ബേബി ജോൺ വാ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറയുന്നു, മറ്റേ പി ജെ ജോസഫിനെ ഇങ്ങോട്ട് വാന്ന് പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയോട് ഇങ്ങോട്ട് വാന്ന് പറയുന്നു. കുഴൽനാട് മൂവാറ്റുപുഴയിൽ ഇരുന്നിട്ട് പറയുകയാണ് ലീഗ് ഇതിൽ അഭിപ്രായം പറയേണ്ട. എന്ത് മടയത്തിനാണ് ഈ മനുഷ്യൻ പറയുന്നത്? ശരിയാണ്, ഒരു പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ തീരുമാനിക്കുന്നത് ആ പാർട്ടിയാണ്. ഓക്കെ, അങ്ങനെ അവർ തീരുമാനിക്കുകയാണെങ്കിൽ ഫൈൻ ആൻഡ് ഡൺ. പക്ഷേ ഇത് ഈ മാത്യു കുഴൽനാടിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വന്ന് തിരുവനന്തപുരത്ത് തമ്പടിച്ചിട്ട് സർവ്വ ഘടകകക്ഷി നേതാക്കളെയും വിളിച്ചു വരുത്തി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതെന്ന് പറയുന്നതിൽ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. യു ഡി എഫ് എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ ഓക്കെ, എല്ലാ പാർട്ടികളുടെയും എല്ലാ പാർട്ടികളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം അറിയുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ്. സാങ്കേതികമായി കോൺഗ്രസ്സാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇത് അഖിലേന്ത്യാ നേതാക്കന്മാർ ഈ അഭിപ്രായം എടുക്കുക, മാത്യു കുഴൽനാടൻ നേരെ തിരിച്ച് പറയുക. ഇനി വേറൊരു കാര്യം, മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടെന്നാണല്ലോ മാത്യു കുഴൽനാടൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം മാത്യു കുഴൽനാടൻ മിണ്ടുന്നില്ലല്ലോ. നന്ന് ചുരുങ്ങിയത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യു ഡി എഫിലൊരു ഘടകകക്ഷിയാണ്. അവരഭിപ്രായം പറയുന്നതിന് വിമർശിക്കാം. പക്ഷേ അപ്പുറത്ത് ഇതിലൊന്നും ഈ ബിസിനസ്സിൽ ഒരു സ്റ്റേക്കും ഇല്ലാത്ത ഇവിടുത്തെ സമുദായ പാർട്ടി നേതാക്കന്മാർ അഭിപ്രായം പറയുകയാണ്. ആരാണ് മുഖ്യമന്ത്രിയാണ് അഭിപ്രായം, അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു നിലപാടുമില്ല. ഈ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ആർക്ക് കൊടുക്കണമെന്ന് ആരാ അഭിപ്രായം പറയുന്നറിയോ? വി മുരളീധരനാണ്. അവർ ബി ജെ പിയുടെ നേതാവ്. അതിനെക്കുറിച്ച് മാത്യു കുഴൽനാടൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. വളരെ പൊടുന്നനെ മുസ്ലിം ലീഗ് അതിൽ അഭിപ്രായം പറയേണ്ട എന്ന ഒരു അഭിപ്രായം, ഒരു പരസ്യ പ്രസ്താവനയുമായിട്ട് മാത്യു കുഴൽനാടൻ വരുന്നത് അത് അത്ര നിഷ്കളങ്കമായ കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. അതിനകത്ത് വേറെ ചില ദുസ്സൂചനകളുണ്ട്, വേറെ ചില രാഷ്ട്രീയമുണ്ട്. അതും കൂടെ തിരിച്ചറിയും. കെ സിയുടെ കാര്യത്തിൽ ചോദിക്കുന്നത് എന്തിനാണ് കെ സി ഇത്ര റിസ്ക് എടുക്കുന്നത് എന്നൊരു ചോദ്യം ന്യായമാണല്ലോ. അദ്ദേഹം അത്രയും വലിയ നേതാവാണ്, അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് സ്വന്തം ഹോം ടർഫിൽ എത്ര പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കെ തനിക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ ആളുകളുണ്ട്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരാളല്ല, വെറുതെ ഇരിക്കുന്നപ്പോൾ അങ്ങനത്തെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ, വക്താക്കളും സെക്രട്ടറിമാരൊക്കെ ആയിട്ട്. അവർ ഏതെങ്കിലും സീറ്റിൽ പോയി നിന്ന് ജയിക്കുക പോലും ഇല്ല. അങ്ങനെയല്ല, എനിക്ക് അവിടെ ആളുണ്ട് എന്ന് ഹൈക്കമാൻഡിനെ തെളിയിക്കാൻ വേണ്ടിയാണോ എന്നുകൂടി ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഈ ജോണി യൂക്കോസായിട്ട് മനോരമ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പേര് അതിൽ നിന്ന് മൈനസ് ചെയ്ത് മുഖ്യമന്ത്രി അങ്ങനെ തുറന്നു പറഞ്ഞ ആളാണ് മുമ്പ്. ഇപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അണികൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് തനിക്ക് കേരളത്തിൽ വലിയ സപ്പോർട്ടുണ്ട് എന്ന് കാണിക്കുക കൂടിയായിരിക്കും ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.